കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് ലാത്തികൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നതിനിടയിലാണ് ഷാഫിക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത്. കണ്ണീർവാതക പ്രയോഗത്തിനിടെയാണ് ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസിന്റെ വാദം. സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഷാഫി ഡിസിസി പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെ 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാകുന്ന 692 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. LDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. ഷാഫിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് IG ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ലാത്തി കൊണ്ട് ഷാഫിയെ തല്ലി എന്ന് ഉറപ്പാകുന്ന ഇല്ലെങ്കിൽ വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെ പോലീസ് അത് നിഷേധിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നു കോൺഗ്രസ്. ഇപ്പോൾ IG ഓഫീസിന് മുന്നിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു. MP-യാണ് പോലീസ് ഇത്തരത്തിൽ ലാത്തികൊണ്ട് അടിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് MP-ക്ക് വിധേയനാകേണ്ടി വന്നു. ആ രീതിയിൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ IG ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. കേരളം ഒട്ടാകെ പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യം. IG ഓഫീസിന് മുമ്പിലുള്ള പ്രതിഷേധം എങ്ങനെ നടക്കുന്നു? ധന്യ, ഇന്നലെ തന്നെ ഈ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. വിവിധ ജില്ലകളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. പോലീസ് സ്റ്റേഷനുകളിലേക്ക്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടക്കം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും വ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് UDF പ്രഖ്യാപിച്ചത്. അതിനോടനുബന്ധിച്ചാണ് കോഴിക്കോടും 2 പ്രതിഷേധങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത്. ആദ്യം കോഴിക്കോട് നടക്കാനുള്ള IG ഓഫീസിന് മുന്നിൽ ഉപരോധിക്കുമെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. ആ ഉപരോധമാണ് ഇപ്പോൾ നടക്കുന്നത്. IG ഓഫീസിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹവും IG ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് സ്ഥാപിച്ച് വലിയ തരത്തിലുള്ള സന്നാഹമാണ് പോലീസും ഒരുക്കിയിട്ടുള്ളത്. എന്നാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇന്നലെ ഷാഫി പറമ്പിലിനെ പോലീസ് ആക്രമിച്ചിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ തന്നെ ഔദ്യോഗികമായ വിശദീകരണം. CPM നേതാക്കളും ആ നിലയ്ക്കായിരുന്നു പ്രതികരിച്ചിരുന്നത്. അതായത് ഈ ടിയർ ഗ്യാസ് പ്രയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ ഉന്തും തള്ളിലും പരിക്ക് പറ്റിയതാകാം ഷാഫി പറമ്പിലിന് എന്നതായിരുന്നു പോലീസിന്റെയും CPM-ന്റെയും എല്ലാം തന്നെ വാദം. പക്ഷേ ഇന്നിപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഷാഫി പറമ്പിലിന് കൃത്യമായി തന്നെ പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടി കിട്ടുന്നുണ്ട്. ഒന്നിലേറെ തവണ ഷാഫി പറമ്പിലിന് ലാത്തി കൊണ്ടുള്ള അടി കിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ആ നിലയ്ക്ക് ഒരു രോഷ പ്രകടനം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിമാർ അടക്കമാണ് ഇപ്പോൾ നടക്കാവ് IG ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. MK രാഘവൻ MP അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ IG ഓഫീസ് മാർച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം പേരാമ്പ്രയിൽ തന്നെ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ നിലയ്ക്കൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് പേരാമ്പ്രയിൽ ഇന്നലെ ഈ നിലയ്ക്കുള്ള അക്രമ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അതായത് 2 പ്രകടനങ്ങൾ. ആദ്യം CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകടനം ഉണ്ടാകുന്നു. CPM പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ UDF പ്രവർത്തകർ മർദ്ദിച്ചു എന്നത് കാരണത്താലാണ് CPM ആദ്യം പേരാമ്പ്രയിൽ ഒരു പ്രകടനം നടത്തുന്നത്. ഈ പ്രകടനത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രകടനം സമാപിക്കുന്ന ഘട്ടത്തിൽ UDF കൂടി പ്രകടനവുമായി എത്തിയതാണ് ഈ സംഘർഷത്തിലേക്ക് നയിക്കാൻ കാരണം. ആ സമയത്തൊരു സംഘർഷ സാഹചര്യം ഉടലെടുത്തു. ഈ പ്രവർത്തകരെ പിടിച്ചുവിടാൻ വേണ്ടിയാണ് പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചത് എന്നാണ് പോലീസ് വിശദീകരിച്ചത്. ഇതിനിടെയാണ് പ്രവർത്തകരെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ നിലയ്ക്ക് പോലീസ് ലാത്തി കൊണ്ട് കൃത്യമായി തന്നെ ഷാഫി പറമ്പിലിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായും ഉപരോധിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ IG ഓഫീസിന് മുന്നിൽ നടക്കാവിലുള്ള IG
ഓഫീസിന് പോലീസ് സ്റ്റേഷനോട് നടക്കാവ് പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് IG ഓഫീസ് ഉള്ളത്. ഇതിനു മുമ്പിൽ പൂർണ്ണമായും റോഡ് ഉപരോധിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം